തലപ്പത്തിരിക്കുന്ന സിഇഒസിന് അവർക്ക് നല്ലൊരു സെഷൻ കൊടുക്കുക. അത് എന്ത് സെഷനാ? ഓരോരുത്തരും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻ, അനുഭവങ്ങൾ മനസ്സിലായി. നാളുകളിൽ എന്ത് സംഭവിക്കും, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ട്രെൻഡ് സെറ്റിംഗ് ആണോ അല്ല ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാണോ, ഇങ്ങനെയുള്ള കുറേ ഡിസ്കഷനാണ് ഇവിടെ നടന്നത്. അവരെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വളരെ സന്തോഷമാണ്. ഇതാണ് അവർക്ക് ആവശ്യം, ഇങ്ങനെയായിരുന്നു വേണ്ടത്, ഇത് ഇന്നലകളിൽ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും കൂടെ നന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. സീസൺ 1 അല്ല 3 എനിക്ക് ഉറപ്പുണ്ട്. ഇനി 4ഉം 5ഉം വന്നു കഴിയുമ്പോൾ ഇതായിരിക്കില്ല, 3 അല്ല 5 വരിക. അസുഖം വന്നിട്ട് ഡോക്ടറെ കാണുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അസുഖം വരാതിരിക്കാനുള്ള വെൽനസ് പ്രിപ്പറേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. എവറി പോയിന്റ് ഓഫ് ദി ജേർണി നമ്മുടെ ബിസിനസ്സിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ ചെക്ക് ചെയ്യിക്കുക. അതൊരു വി ആർ നോട്ട്, നമ്മൾ വലിയ ലാർജ് സ്കെയിൽ ബിസിനസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വിൽ ടേക്ക് ടൈം, കുറച്ചുകൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരാൻ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. ഗോ ആൻഡ് മീറ്റ് എക്സ്പേർട്സ്. എന്താണോ നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുന്നത് അതൊരു റിയൽ വിഷനാക്കി ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ട പണികൾ നമ്മൾ ചെയ്യുക. സ്മാർട്ട് സിഇഒ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ തന്നെ അത്തരത്തിലേക്ക് എത്താനുള്ള വഴികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല. സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു പ്ലാനും ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ചെയ്ത ആളുകളൊക്കെ ഇവിടെ സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ഡസൻ ബുക്സിൽ പഠിക്കുന്ന ആ കാര്യങ്ങളാണ് ഈ പറഞ്ഞ 2 ദിവസത്തിൽ കിട്ടുന്നത്. ഒരു സീസന്റെ സെഷൻസ് ഈസ് ഈക്വൽ ടു ഒരു ഹാഫ് ഡസൻ ബുക്സ്. അപ്പൊ 8 ദിവസത്തില് 8 ദിവസം ഈ 8 ദിവസത്തില് ഒരു 15 ബുക്ക് പഠിച്ചതിന്റെ ബലമാണ് കിട്ടുന്നത്. മാത്രമല്ല അവർക്കൊക്കെ അതിന്റെ ഗുണങ്ങളുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ മൊത്തത്തില് വന്ന സമയത്തും ഇപ്പൊ 2ാമത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറയുന്നത്. അപ്പം അവർക്കുള്ള റോഡ് ബ്ലോക്ക് സൊല്യൂഷൻസ് കിട്ടിയെന്നുള്ളതാണ്. മിക്ക ട്രെയിനിങ് പ്രോഗ്രാമിലും സംഭവിക്കുന്നത് വെച്ചാല് വലിയൊരു മോട്ടിവേഷൻ ട്രെയിനിങ് നടക്കും, കുറെ ട്രെയിനിങ് കിട്ടും, അത് 2 ദിവസം ഭയങ്കര ആവേശം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തൊരു സൊല്യൂഷൻസും കൂടി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാലിബർ ഉണ്ടാവുക. അപ്പം പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്മാർട്ട് സിഇഒക്ക് അകത്തുള്ളത് പ്രാക്ടിക്കലാണ്. അപ്പൊ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് അത്തരത്തിലൊരു സ്മാർട്ട് സിഇഒയിലൂടെ ഒരു MBAക്ക് ഒരു തത്തുല്യമായ ഒരു കോഴ്സ് കൂടി അവർ പാസ്സാവുമ്പോൾ ഒരു എല്ലാ അർത്ഥത്തിലും ബിസിനസ്സിൽ ഒരു വലിയ വിജയം വരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ തന്നെ ചെയ്യുന്നത് അനുഭവിപ്പിക്കണം, പഠിപ്പിക്കലല്ലോ, അനുഭവിപ്പിക്കണം. ഇപ്പൊ രാത്രിയാണ് നമ്മൾ സംസാരിക്കുന്നത്, 11 മണിക്കാണ്. അവരൊക്കെ എല്ലാവരും 11 മണിക്കും അവർ അനുഭവിക്കണം. ആ അനുഭവിക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. പ്രാക്ടിക്കലി ഒരു സംരംഭകന് എന്താണോ വേണ്ടത് അയാളുടെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ സഹായവും അതാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയത്. പ്രത്യേകിച്ചും അതിന് തക്ക രൂപത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ, എക്സ്പേർട്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സംരംഭകർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ഭാവി നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ഓൺട്രപ്രണറിയൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. നിങ്ങൾ സെലക്ട് ചെയ്ത ഓരോ ടോപ്പിക്കും റെലവെന്റ് ആയ ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ടോപ്പിക് ഫിനാൻസ് ഓറിയന്റഡ്. സ്മാർട്ട് സിഇഒയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ശരിക്കുള്ള ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ വരും, അതെങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും ഇൻ ഓൾ ആംഗിൾസ്. സെയിൽസ് സൈഡ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഫൈനാൻസ്, HR, എല്ലാ ഏരിയാസിലും ഒരു പ്രാക്ടിക്കൽ എക്സ്പോജർ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി എന്റർപ്രണർക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു 30 to 40% സ്കെയിൽ അപ്പ് ഈസിലി ചെയ്യാൻ പറ്റും. ഓൺലി ബിക്കോസ് ഓഫ് ദിസ് വൺ പർട്ടിക്കുലർ പ്രോഗ്രാം. നമ്മളുടെ ആശയങ്ങളെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സക്സസിലേക്ക് പോകാൻ പറ്റും. ആക്ച്വലി ഞാനും ഈ പറഞ്ഞ പോലെ ഇത്തരം കോഴ്സുകളുടെ ഒരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും ഒരു അനാവശ്യമായ ഒരു മോട്ടിവേഷനിലപ്പുറം നമ്മൾ അതിനെ ഒരു ഇഴകീറി പരിശോധിച്ച് ഒരു പ്രോസസ്സിലൂടെ പഠിച്ച് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള അധ്യാപകരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് ഇതിനെ പഠിപ്പിക്കുക എന്നുള്ളതും അത് പഠിച്ചെടുക്കുക എന്നുള്ളതും ഇന്നത്തെ ഓൺട്രപ്രണേഴ്സ് നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു പ്രശ്നം ഒരു പ്രാവശ്യം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്തായിരുന്നു ആ പ്രശ്നം എന്നും ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നും ആ പ്രശ്നത്തിന് ഇനി വരാതിരിക്കാനുള്ള സൊല്യൂഷൻ ഇന്നൊക്കെ ആണ് എന്ന് ഇയാൾ മനസ്സിലാക്കി.
ഈ മനസ്സിലാക്കിയത് ഇയാൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയൊരു ടീം, നമ്മളെ സ്റ്റാഫ് അല്ലെങ്കിൽ ടീമായിട്ട് പുതിയൊരാൾ വരികയാണ്, ആ ആളോട് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ഷോറൂമിൽ വെച്ചാൽ ഇത് ഇങ്ങനെയായിട്ട് പരിഹരിക്കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇതാണ് കൊടുത്താൽ മതി. ടു ബി ഓണസ്റ്റ്, ഐ ഫീൽ മോർ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ബിസിനസ് ഇൻ കേരള. വളരെ പ്രൊഫഷണലായ ഒരു ഫീലിംഗ്, വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് തോന്നിയത്. വളരെ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സായിരിക്കും ഇവർക്കിത്. I mean, everything that you dream is not actually real. കാരണം അത് നമ്മുടെ ആസ്പിറേഷനുമായി ബന്ധപ്പെട്ടിരിക്കും. ദി ക്വസ്റ്റ്യൻ ഈസ് ഹൗ മച്ച് യു ആർ റെഡി ടു ആക്ട് ഫോർ ഇറ്റ്. നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുമെന്നുള്ളതാണ് അതിന്റെ പോയിന്റ് കിടക്കുന്നത്. ഇവർക്കൊരു കൃത്യമായ ഇൻസൈറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഒരു വർക്കിംഗ് ടൂൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നമ്മൾ നേടുന്നതിനെ അനുഭവത്തിന്റെ ഒരു പാത്രത്തിലൂടെ അത് വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേവലം ഒരു അക്കാദമിക് സെഷൻ അല്ല, കുറെ കൂടിയും ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവർക്ക് പ്രാക്ടിക്കലിലൂടെ ബിസിനസ് സക്സസ് സ്റ്റോറീസ്, കേസ് സ്റ്റഡീസിലൂടെ അവരെ കുറെ കൂടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്മാർട്ട് CEO എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് കുറച്ച് പ്രാക്ടിക്കലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും എന്നാൽ അതേസമയം തന്നെ തിയറിറ്റിക്കലായിട്ടും എല്ലാം മിക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഇവർക്ക് സക്സസ് കിട്ടും. കാംബ്രിഡ്ജ് അതിന് ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം, ഒരു ടീമിനെ സെറ്റ് ചെയ്യുക, HR എന്തായിരിക്കണം, പിന്നെ സെയിൽസിലേക്ക് എന്തൊക്കെ ചെറിയ ടിപ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവനിതൊക്കെ ഓവർകം ചെയ്യാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാൻഡേറ്ററി എഡ്യൂക്കേഷൻ കൈൻഡ് ഓഫ് ഗ്രോത്തിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും വെരി ഗുഡ് ഇനീഷ്യേറ്റീവ് ആൻഡ് അതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. ശരിക്കും അവരത് എൻജോയ് ചെയ്യുന്നു. അവർ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് ആ സെഷൻസിൽ തന്നെ കാണാൻ പറ്റുന്നത്. ഇതൊരു നല്ല ഇനീഷ്യേറ്റീവാണ്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിവ് എത്തേണ്ടതുണ്ട്. ഒരു പുതിയൊരു വാല്യൂ നോളജ് അവരുടെ ബിസിനസ് ആംഗിളിൽ അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇൻസൈറ്റ്സ് കിട്ടുമ്പോഴാണ് അവർക്ക് അത് കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടുന്ന ഒരു സാധനം കോപ്പി ചെയ്ത് എൻഡ് ഓഫ് ദ ഡേ അത് ഫെയിൽ ആവാണ് ചെയ്യാം. ഇതൊരു ഇന്റർനാഷണൽ കൺസെപ്റ്റാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഇന്ന് ഇപ്പോൾ പാഠ്യ പദ്ധതികളിലൊക്കെ മാറ്റങ്ങൾ വന്നു. വളരെ വൃത്തിയാണ്. പ്രത്യേകിച്ച് സ്കെയിലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുന്നവർക്ക് ഇതൊന്നും വേണ്ട. അത്യാവശ്യം ലാഭം ഉണ്ടാക്കാനും ഇത് ആവശ്യമില്ല. പക്ഷേ നെക്സ്റ്റ് ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. പല വിവരങ്ങളും പലയിടത്തായിട്ടുണ്ട്. പക്ഷെ ഈ വിവരങ്ങളൊക്കെ ആവശ്യക്കാരന് ആവശ്യമായ സമയത്തും സ്ഥലത്തും ലഭ്യമാകുന്നു. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് ചെയ്യുന്നു സ്മാർട്ട് CEO എന്നുള്ളത് വലിയൊരു സേവനമായിട്ടാണ്. ഗിവിംഗ് എ ബ്രിഡ്ജ് ടുഗദർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഇത് ഒരു വലിയൊരു സൊല്യൂഷൻ ആണ് ആക്ച്വലി. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ പ്രോഗ്രാം ഡെഫിനറ്റ്ലി വിൽ ഹാപ്പൻ. അതായത് ഒരു വേൾഡ് വൈഡ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്കിത് മാറ്റണം.